ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. വനത്തിൽ ഒരു താപസനുണ്ടായിരുന്നു. തനിക്കും ചുറ്റും കൂടിയിരിക്കുന്ന ജീവജാലങ്ങളോട് അയാൾക്കെന്നും പറയാനുള്ളത് പ്രണയത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. കണ്ണീരോടും ഈർപ്പത്തോടും കൂടി ജീവജാലങ്ങളെ അയാൾക്ക് കാതോർത്തു. നല്ലൊരു ദിവസം വൈകുന്നേരം ആ കൂട്ടത്തിൽ ഒരു മൃഗം ചോദിച്ചു, താപസ, ഇത്രയും ഞങ്ങളോട് കുടുംബത്തെക്കുറിച്ച് പറയുന്നത്, ഇണയെക്കുറിച്ച് പറയുന്ന, കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്ന നിൻ്റെ ഇണ ഏതാണ്? നിൻ്റെ വീട് എവിടെയാണ്? നിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയാണ്? അയാൾ പറഞ്ഞു, നിങ്ങളീ പറയുന്നതൊന്നും എനിക്കില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓരോരോ മൃഗങ്ങൾ അയാളെ വിട്ട് പിരിഞ്ഞു പോയി. അന്ന് രാത്രിയിൽ അയാൾ തൻ്റെ കിടക്കയിൽ നിലവിളിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയൊരു കഥ ഖലീൽ ജിബ്രാൻ്റെതുണ്ട്. ആ കഥ വായിക്കുമ്പോഴൊക്കെ വെറുതെ യേശു നിലവിലേക്ക് വരുന്നു. ഭൂമിയോട് ഇത്രയും ഗാർഹിക ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരാൾ, കുഞ്ഞുങ്ങളെ ഇത്രയും താല്പര്യപ്പെട്ട് ഓമനിച്ച ഒരാൾ, കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവം നിശ്ചയിച്ചാണെന്ന് അരുൾ പറഞ്ഞൊരാൾ, ഒരു കാരണം കൊണ്ടും ഒരു പുരുഷനും സ്ത്രീയും വേർപിരിയെന്ന് ശഠിച്ച ഒരാൾ, സദാ ഗാർഹിക മേശകളിലായിരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരാൾ, മിക്കവാറും എല്ലാ പാഠങ്ങളും വരുന്നത് ഊട്ടുമേശയിലിരുന്നു കൊണ്ടാണ്. എന്നിട്ടും അവിടുന്ന് എന്തിനായിരിക്കും ഒറ്റയ്ക്ക് നടന്നിട്ടുള്ളത്? സ്വാഭാവികമായിട്ട് 12,000 വർഷമായിട്ട് മാനവരാശിയുടെ വലിയൊരു ജിജ്ഞാസകളിലൊന്നാണ്, എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് നടന്നു? ഒത്തിരി വിശദീകരണങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. വെറുതെ നമുക്കൊന്ന് ഈ സന്ധ്യയിൽ അവയിൽ ചിലവൊന്നെടുത്ത് കണ്ടാൽ നല്ലതാണ്. വിശേഷിച്ചും ഒറ്റയ്ക്ക് നടക്കുന്നതിൻ്റെ പേരിൽ ഒത്തിരി ചെറിയ മക്കളൊക്കെ ആരോപണങ്ങൾ കേൾക്കുന്നൊരു കാലത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു 10-30 വയസ്സായി കഴിഞ്ഞാൽ അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തൊരാകുലതയാണ്. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ വിവാഹം വേണ്ടെന്ന് വെച്ച് ജീവിക്കുമ്പോൾ അവൻ്റെ സമൂഹം എന്തൊരു സംശയദൃഷ്ടിയോടുകൂടി അവനെ കാണുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മതപരമായ കാരണങ്ങൾ കൊണ്ട്, ആത്മീയമായ കാരണങ്ങൾ കൊണ്ട് വിവാഹം വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെ കണക്കുള്ള വ്യക്തികളല്ല. ഞങ്ങൾക്ക് ആവശ്യത്തിലേറെ ആദരവും സമൂഹത്തിൻ്റെ സംരക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. അത് നല്ലതാണെന്നൊക്കെ പലരും കരുതുന്നുമുണ്ട്. അതല്ല, പക്ഷെ അതും ഇതിനകത്ത് പെടുത്താം. പല കാരണങ്ങൾ കൊണ്ട് ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് തീരുമാനിച്ച മനുഷ്യർക്ക് കുറഞ്ഞപക്ഷം അവർ ശിരസ് ഉയർത്തിപ്പിടിച്ച് നടക്കാനെങ്കിലും അത്തരമൊരു വിചാരം അവരെ സഹായിച്ചെന്നിരിക്കും. നമ്മുടെ ചില തെറ്റായ സങ്കല്പങ്ങൾ കൂടി നമ്മളൊന്ന് പുനർവായനയ്ക്ക് വിധേയപ്പെടുത്തിയാൽ നല്ലതാണ്. തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും കുടുംബത്തിൻ്റെ തുടർച്ചയ്ക്കുമൊക്കെ വിവാഹം അനിവാര്യമായ ഒന്നാണ്. പക്ഷെ എല്ലാവരും എല്ലാത്തിലും ഏർപ്പെടേണ്ട ബാധ്യതയുണ്ട്. എന്തുമാത്രം താല്പര്യങ്ങളിലെ വ്യത്യാസങ്ങൾ, ഇവയൊക്കെ കാണാതെ പോവുകയും പരസ്പരം ആദരിക്കാതെ പോവുകയും ചെയ്യുന്നത് അത്ര ഉചിതമായ പക്വതയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. പ്രവാചക പാരമ്പര്യങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ കരുതാവുന്ന ഒരുതരം ഒറ്റയുള്ള ജീവിതം ആയിരുന്നു യേശുവിൻ്റേത്. പഴയ നിയമത്തിന് മനുഷ്യനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ അത്ര പ്രിയപ്പെട്ട അനുഭവമായിരുന്നില്ല. വർദ്ധിക്കാൻ വേണ്ടി, ഫലമണിയാൻ വേണ്ടിയൊക്കെ വലിയ ക്ഷണം മുഴക്കുന്ന പുസ്തകമാണല്ലോ പഴയ നിയമം. അങ്ങനെയെങ്കിൽ ചില മനുഷ്യർ തുടർച്ചയില്ലാതെ പോകുന്നത് വലിയ ശാപമായിട്ട് പോലും കരുതപ്പെട്ടിരുന്നു. ചില പുസ്തകത്തിൽ അത്തരം ചില സൂചനകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. സ്ത്രീകളൊക്കെ നുറുങ്ങിയത് കുഞ്ഞുങ്ങളില്ലാത്തതിനോർത്ത് തങ്ങൾ ദൈവത്തിൻ്റെ മിഴികളിൽ പെട്ടിട്ടില്ലെന്ന് പോലും അവർ തെറ്റിദ്ധരിച്ചു. അത്തരമൊരു പാരമ്പര്യത്തിൽ ഏകസ്ഥ ജീവിതം എന്ന് പറയുന്നത് അഭിലഷണമായ ഒന്നായിരുന്നില്ല. എന്നിട്ടും പ്രവാചകന്മാരിൽ മിക്കവാറും എല്ലാവരും തന്നെ കുടുംബമോ തുടർച്ചയില്ലാതെ കടന്നുപോയി. കാരണം ആസന്നമാകുന്ന ദൈവദിനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു അവർ വന്നത്. ചിലപ്പോഴവരുടെ ഭാഷയിൽ ക്ഷോഭത്തിൻ്റെ തീക്കാറ്റുണ്ടായി. എങ്കിൽ പോലും പറയാൻ ശ്രമിച്ചത് ദൈവം ഭൂമിയെ ഭരിക്കാൻ വരുന്ന ദിവസങ്ങളെക്കുറിച്ചായിരുന്നു. അത്തരം കൃത്യമായിട്ട് ഒരു കാര്യം മുമ്പിൽ നിൽക്കുമ്പോൾ ചില നേരങ്ങളിൽ അവർ ദൈവം ഭൂമി നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞു. അത്തരം
കൃത്യമായ ചില ഭീഷണിയുടെ ശബ്ദത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തങ്ങൾ കുടുംബവുമായിട്ട് ജീവിക്കുക എന്നുള്ളത് അഭംഗിയുള്ളൊരു കാര്യമായിട്ട് അവർ കരുതി. വരാൻ പോകുന്ന ദൈവിക ദിനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം കണക്ക് അവരതിനെ പരിഗണിച്ചു. തങ്ങളുടെ ജീവിതം കൊണ്ട് അവർ ദൈവത്തിൻ്റെ ഉപമകളാകാനുള്ള ശ്രമത്തിലായിരുന്നു. മിക്കവാറും അത്തരം പാരമ്പര്യങ്ങളിൽ നിന്ന് തന്നെ രൂപപ്പെട്ടിട്ടുള്ള എസ്എൻ സമൂഹങ്ങളൊക്കെ യേശുവിൻ്റെ കാലത്ത് സജീവമായിരുന്നു. വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ചിരുന്ന സമൂഹങ്ങൾ ചെറിയതോതിലെങ്കിലും അവൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ മുമ്പോട്ട് പോയ ഒരിടത്തിൽ നിന്ന് വേണം യേശു ഒറ്റയ്ക്ക് നടക്കാൻ ധൈര്യപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. കൃത്യമായിട്ട് യേശു തന്നെ അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അവൻ്റെ വാക്കുകളിൽ നിന്ന് അത് കേൾക്കുകയാണല്ലോ നമ്മുടെ നിഗമനങ്ങളിലേക്കാൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. 10-18 വയസ്സിൽ മനുഷ്യർ വിവാഹിതരായിക്കൊണ്ടിരുന്നൊരു സമൂഹത്തിൽ 30 വയസ്സിന് മീതെ ഉള്ളൊരു തച്ചൻ ഒറ്റയ്ക്ക് നടക്കുന്നതിനെക്കുറിച്ച് ആവശ്യത്തിലേറെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടാവാം. അവൻ്റെ കാലം അതിനു മീതെ ഒത്തിരി മതിപ്പ് കുറവ് പറഞ്ഞിട്ടുണ്ടാവാം. ചില മനുഷ്യപ്പറ്റുള്ള വേദശാസ്ത്ര വ്യാഖ്യാനങ്ങളിൽ അവൻ്റെ കാലം വിളിച്ചിരുന്നൊരു വാക്ക് പോലും അതായിരുന്നു, ഷണ്ടൻ. അല്ലാത്തൊരു വ്യസനമുണ്ടാക്കുന്ന വാക്കാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അത്തരം ഒരാരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം ഈ പറഞ്ഞ തിരുവചനത്തിന് ഒരു പ്രസക്തി ഉണ്ടാവുക. യേശു പറഞ്ഞു, അതെ, 3 തരത്തിൽ വിവാഹം സാധ്യമല്ലാത്ത മനുഷ്യരുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണല്ലോ, നോട്ട് എലിജിബിൾ ഫോർ മാരേജ്. ഒന്നിങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ കാലങ്ങളിലും വളരെ കമ്പാഷനേറ്റായിട്ട് പറയുന്ന ആ 3-ാം കരയിൽപ്പെട്ടു പോയ മനുഷ്യരാണ്. നല്ല ശ്രദ്ധ ആവശ്യമുള്ളൊരു മേഖലയാണിത്. വിശേഷിച്ചും ആ മനുഷ്യൻ്റെ മീതെ ഏതെങ്കിലും തരത്തിൽ താല്പര്യമുള്ള ഏതൊരാളുടെയും ശ്രദ്ധ ഇനി അത്തരമൊരു മേഖലയിലേക്ക് തിരിയേണ്ട കാലം കൂടിയാണ്. 1-2 പ്രതീക്ഷ തരുന്ന ചെറിയ സൂചനകളൊക്കെ ചുറ്റും സംഭവിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആ ഫോമൊക്കെ പൂരിപ്പിച്ചു തുടങ്ങുമ്പോൾ, ഫോം കൈമാറുമ്പോൾ അതിനകത്ത് ഇത്തവണ ഈ 3-ാം ജെൻഡറിന് വേണ്ടി ഒരു കോളം വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ലയോള കോളേജിൽ ഈ 3rd ജെൻഡറിന് വേണ്ടി സംവരണം കൂടി പറഞ്ഞിട്ടുള്ളതായിട്ട് ഒരു സ്നേഹിതൻ പറഞ്ഞു. ചെറിയ ചെറിയ ശുഭകരമായ അടയാളങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ബൈ ബർത്ത് അങ്ങനെ ആയ മനുഷ്യർ, പിന്നെ സമൂഹം അങ്ങനെ ആക്കിയ മനുഷ്യർ, സമൂഹം കാസ്ട്രേറ്റ് ചെയ്ത മനുഷ്യർ, അന്തഃപുരങ്ങളിലൊക്കെ കൊട്ടാര സ്ത്രീകൾക്ക് കാവലിരിക്കാൻ വേണ്ടി പഴയ കാലങ്ങളിലൊക്കെ മനുഷ്യരെ അത്തരം ചില സ്വാഭാവിക സവിശേഷതകൾ നശിപ്പിച്ച് കളഞ്ഞ് ഇങ്ങനെ കാവൽക്കാരാക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതൊക്കെ യേശു കുറച്ചുകൂടി ആ ചരിത്രത്തിൽ നിന്ന് കുറച്ചുകൂടി പോയറ്റിക്കായിട്ട് പറയാണ്. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ കാസ്ട്രേറ്റ് ചെയ്ത, പല കാരണം ഇങ്ങനെ വിവാഹത്തിന് സാധ്യമല്ലാത്ത വിധത്തിൽ എത്തിച്ച മനുഷ്യരാണ്. ഒരുതരം ജെൻഡർ ക്രൈസിലെത്തിച്ച മനുഷ്യർ. ഒരു പെൺകുട്ടി കുറച്ച് ടഫായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൾ ആണെന്ന് വിശേഷിപ്പിക്കുക, ഒരാൺകുട്ടി വല്ല മൃദുലഹൃദയനാകുമ്പോഴും വല്ല കമ്പാഷനേറ്റ് ആകുമ്പോഴും അവനെ പെണ്ണെന്ന് വിശേഷിപ്പിക്കുക, അങ്ങനെ വല്ലാത്ത ഒരു ആശങ്കയെ കൊണ്ട് എത്തിക്കുന്ന മനുഷ്യർ. 3-ാമത്തതിനകത്താണ് യേശു തന്നെ ഡിഫൈൻ ചെയ്യുന്നത്. ദൈവരാജ്യത്താൽ എന്നൊരു വേർഷനുണ്ട്, ദൈവരാജ്യത്തെ പ്രതി എന്ന് മറ്റിടങ്ങളിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. അപ്രകാരമായ മനുഷ്യർ ഒരു കൃത്യമായ ജീവിത നിയോഗവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മചാരിയായിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചൊരു മനുഷ്യനയച്ചു. ആ ജീവിത നിയോഗം എന്ന് പറയുന്നത് ദൈവരാജ്യമെന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പമായിരുന്നു. ആ ദൈവരാജ്യമെന്ന സങ്കല്പത്തിനകത്ത് ഒരാൾ തനിക്ക് പ്രിയമുള്ളെന്ന് കരുതുന്ന, ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ചായ്വുണ്ടെന്ന് കരുതുന്ന ചില കാര്യങ്ങൾക്കകത്ത് മാറി നടക്കാൻ ധൈര്യപ്പെട്ടു എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇത്തരമൊരു വചനത്തിൻ്റെ നിഴല് വീണ് കിടക്കുന്നത് പഴയ നിയമത്തിലെ ഉറിയയുടെ കഥയ്ക്കകത്താണ്. ദാവീദിൻ്റെ സൈനികനായ ഒരു സ്നേഹിതൻ്റെ പേരാണല്ലോ ഉറിയ എന്ന് പറയുക. ദാവീദ് യുദ്ധത്തിനൊന്നും പോകുന്നില്ല. ദാവീദിൻ്റെ ഉറ്റവരും പ്രിയപ്പെട്ടവരും ദാസരുമൊക്കെ ഇങ്ങനെ പോർക്കളത്തിലാണ്. ഈ മനുഷ്യൻ അലസനായിട്ട് കൊട്ടാരത്തിൽ തന്നെ കഴിയുന്നു. കഥയൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ഈ കുളിപ്പടവിൽ കണ്ട ഒരു സ്ത്രീയുടെ മീതെ താല്പര്യമുണ്ടാകുന്നു. മണ്ണിന് മീതെയുമൊക്കെ ഉള്ളത് രാജാവിന് അവകാശപ്പെട്ടൊരു കാലമായിരുന്നു അത്. ഒരുപക്ഷെ അവളുടെ ഒരു തടസ്സങ്ങളും അയാളെ സുബോധത്തോട് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. പിന്നീട്
അവൾക്കൊരു പൊടിപ്പുണ്ടാകുന്നറിയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഒരു യുദ്ധഭൂമിയിലുള്ള ഉറിയായിൽ നിശ്ചയമായിട്ടും വരുത്തേണ്ടതിന് വേണ്ടി അയാളെ യുദ്ധഭൂമിയിൽ നിന്ന് വിളിപ്പിക്കുന്നു. അയാളെ വീട്ടിൽ പോകാൻ ആവശ്യപ്പെടുന്നു. അയാൾ വീട്ടിൽ പോകുന്നില്ല. പിറ്റേന്ന് അയാളെ മദ്യപിപ്പിക്കുന്നു. എന്നിട്ട് വീട്ടിൽ പോകാൻ ആവശ്യപ്പെടുന്നു. അന്നും അയാൾ അവിടെ തന്നെ ചുരുണ്ടുകൂടി ഉറങ്ങുന്നു. എന്തുകൊണ്ട് നീ വീട്ടിൽ പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ദാവീദിനോട് ഈ ഉറിയ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, അവിടുത്തെ ദാസരും എൻ്റെ സ്നേഹിതരും ദൂരെ പോർക്കളത്തിലാണ്, അവരോടൊപ്പം കർത്താവിൻ്റെ വാഗ്ദത്തപേടവുമുണ്ട്. ഇതൊക്കെ മറന്നിട്ട് ഞാൻ എങ്ങനെ എൻ്റെ ഭവനത്തിലെത്തി എൻ്റെ സഖിയോടൊത്ത് ആനന്ദിക്കും? വല്ലാത്ത വലിപ്പമുണ്ടാകുന്ന ഈ മനുഷ്യന് രാജ്യം ഭരിക്കുന്ന നമ്മളൊക്കെ വാഴ്ത്തുന്ന ദാവീദിനേക്കാൾ വലിപ്പമുണ്ട് മദ്യപിക്കുന്ന ഒരുപക്ഷെ ഒരു സാധാരണ സൈനികൻ എന്ന് മാത്രം വിശേഷിപ്പിക്കുന്ന ഉറിയ എന്ന് പറയുന്ന നാട്ടിൻപുറത്തുകാരനാണ്. ആ ഒരു തീരുമാനത്തിൻ്റെ പേരിൽ ദാവീദ് അയാളെ ചതിച്ചു കൊല്ലുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു. ഇയാളുടെ കൈവശം തന്നെ കത്ത് കൊടുത്ത് വിടിയാണ്, യുദ്ധഭൂമിയിൽ ഇയാളെ മുമ്പിൽ നിർത്തണമെന്നും ഒക്കെ ആയിട്ട്. ഈ ഉറിയയുടെ മനസ്സാണ് ചില കാര്യങ്ങൾക്കകത്ത് നമ്മുടെ ഇടപെടൽ വളരെ ആവശ്യമായതുകൊണ്ട്, ചില കാര്യങ്ങൾക്കകത്ത് നമ്മുടെ ഏകാഗ്രത മാറാതിരിക്കാൻ വേണ്ടി ചില മനുഷ്യർ ചില കാര്യങ്ങളിൽ നിന്ന് മാറി നടക്കുന്നു. എത്രയോ ഇടങ്ങളിൽ എത്രയോ മനുഷ്യരാണ് തങ്ങൾക്ക് ലഭിക്കാവുന്ന ആ തുണയും അഭയവും ഒക്കെ വേണ്ടെന്ന് വെച്ച് ജീവിക്കുക. അതിന് ഇങ്ങനെ കണക്കില്ല. ഇതിനകത്ത് എല്ലാ മേഖലയ്ക്കകത്തുമുണ്ട്. ശാസ്ത്ര മേഖലകളിലൊക്കെ ഇങ്ങനെ തങ്ങളുടെ ജീവിതം രണ്ടറ്റം കത്തുന്ന മെഴുതിരി കണക്ക് ഉരുകി തീർക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, ഗവേഷണങ്ങൾ ഏർപ്പെടുന്നവർ, ഇങ്ങനെ സർഗാത്മക ജീവിതമുള്ളവർ, നല്ലൊരു കാലം വരുമെന്നൊക്കെ ഓർത്തിട്ട് ഓരോരോ ദേശങ്ങളിലുള്ള ആ വിമോചന പ്രക്രിയകൾക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടുപിടിച്ച് പോകുന്നവർ, കുടുംബം ഒരു കരയിലെത്താൻ വേണ്ടിയൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് കുടുംബത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ. ഒരു 20 വർഷം മുമ്പുള്ള ഒരു ഗൾഫ് മലയാളിക്കൊക്കെ നന്നായിട്ട് മനസ്സിലാകും. ഒരു 3 വർഷം കൂടുമ്പോഴൊക്കെ വരുന്ന ഒരു വീട്ടിലേക്കുള്ള വരവ്, അതിൻ്റെ അർത്ഥം ഒരു 20 വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ ഇങ്ങനെ കൃത്യമായിട്ട് കലണ്ടറിൽ രേഖപ്പെടുത്തുന്ന എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതം. എന്നിട്ടും എത്ര കുലീനരായിട്ട് അവർ ജീവിച്ചു. പിന്നെ എപ്പോഴും എനിക്ക് വളരെ അടുപ്പമുള്ളൊരു വീടിനെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ട്. വീടിനകത്ത് ഏറ്റവും മൂത്തയാളായ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ മറ്റൊരു ദേശം മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഠിനമായ ആ ഒരു ഗൾഫ് മലയാളിയുടെ കാലത്തൊക്കെ പെട്ടുപോയൊരു ആളാണ്. അദ്ദേഹം ഭാര്യയ്ക്ക് കൊടുത്ത വാക്കിതാണ്, എവിടെ ആയിരിക്കുമ്പോഴും ഞാൻ എൻ്റെ ഇടത് കൈ ഇങ്ങനെ വിരിച്ചു പിടിക്കും, ആ ഇടത് കൈയിൽ നീയുണ്ട്. ജീവിതത്തിലുടനീളം ഒരുപക്ഷെ മരിക്കുന്ന ആ ദിനങ്ങളിൽ പോലും അതങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നു. അയാളിങ്ങനെ കരം നീട്ടിവെച്ചിരുന്നു. ആരോ ഒരാൾ അദൃശ്യമായിട്ട് ഈ കയ്യിൽ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ വെറുതെ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് തെറ്റിദ്ധരിക്കരുത്. എല്ലാം വേദപുസ്തകമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുമ്പോൾ നമുക്കറിയാം മനുഷ്യർ ആർക്കൊക്കെ വേണ്ടെന്ന് വെക്കുന്ന ചില കാര്യങ്ങൾ. ആ അർത്ഥത്തിൽ എന്തുമാത്രം ആദരപൂർവ്വം കാണേണ്ട ഒന്നാണിത്. ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന മറ്റൊരു വ്യക്തി എൻ്റെ അപ്പയുടെ ഒരു ചെറിയ മാവനാണ്, അമ്മയുടെ ഇളയനുജനാണ്. ആ മൂത്ത ജ്യേഷ്ഠൻ്റെ മക്കൾ തീരെ ചെറുതായിരുന്നു. അവരെങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹം മരിച്ചുപോയി. വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ തീരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ വിവാഹം വേണ്ടെന്ന് വെച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേര് മർക്കോസ് എന്നായിരുന്നു. എൻ്റെ അപ്പ എപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധനായ മർക്കോസ് എന്നാണ്. അതല്ലാത്ത ലോറിയിലൊക്കെ സഹായിച്ചായിരുന്നു അദ്ദേഹം കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. അത്രയും പരിശുദ്ധനായൊരു മനുഷ്യനെ കണ്ടല്ല. എപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ വെള്ളയും എടുത്ത് മാത്രം സാമൂഹികമായ കാര്യങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്ന അത്രയും നന്മ നിറഞ്ഞൊരു ആൾ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ ചലച്ചിത്രങ്ങളിലൊക്കെ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഈ ലോറിയുമായിട്ട് പോകുന്നവരാണെന്ന് കാണുമ്പോൾ എനിക്ക് തീരെ പിടുത്തം കിട്ടാത്തത്. എനിക്കറിയാവുന്ന ഒരാളങ്ങനെയല്ല, നിങ്ങൾക്കറിയാവുന്ന പലരെയും കണക്ക്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തങ്ങളുടെ പ്രിയങ്ങളോ തങ്ങളുടെ സുരക്ഷിതത്വങ്ങളോ അന്തിക്കൂട്ടോ വീടിനകത്ത് കിട്ടാവുന്ന കുത്തരിച്ചോറോ ഒക്കെ വേണ്ടെന്ന് വെക്കുന്ന മനുഷ്യർ. ദൈവരാജ്യത്താൽ അങ്ങനെ ഒറ്റയാകാൻ വേണ്ടി തീരുമാനിച്ച കുറേ അധികം മനുഷ്യരുടെ പ്രകാശമാണ് യേശു. എസ്കറ്റോളജിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന
ഒരു പ്രതലം കൂടി ഉണ്ടാവണം യേശുവിൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രകളിൽ. ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചയുടെ ഇടയിൽ യേശു അഭിമുഖീകരിച്ച വല്ലാതെ കുഴപ്പം പിടിച്ച കുസൃതിയുള്ള ഒരു ചോദ്യമുണ്ട്. 7 പുരുഷന്മാരെ വിവാഹം കഴിച്ച സ്ത്രീയുടെ കഥയാണ്. ഒരാളെ കല്യാണം കഴിച്ചു, അയാൾ മരിച്ചുപോയി. യഹൂദ പാരമ്പര്യം അനുസരിച്ചിട്ട് ഒരു തുടർച്ചയില്ലാതെ ഒരു പുരുഷൻ കടന്നുപോയി കഴിഞ്ഞാൽ അയാളുടെ സഹോദരൻ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഓരോരുത്തരെ കല്യാണം കഴിക്കുന്നു, ഓരോരുത്തരായിട്ട് മരിക്കുന്നു. ആരോ പറയുന്ന കണക്ക് കല്യാണം ഇത്രയും മാരകമായ പരിപാടി നമുക്കങ്ങനെ മനസ്സിലാവുക. കല്യാണം കഴിക്കുന്നു, മരിക്കുന്നു, ഒടുവിൽ ഈ ചേച്ചിയും മരിക്കുന്നു. ഇത് കഴിയുമ്പോൾ വരുന്ന ചോദ്യം ഇതാണ്: നിത്യതയിൽ ഇവൾ ആരുടെ സ്ത്രീയായിരിക്കും? 7 പുരുഷന്മാരെ വിവാഹം കഴിച്ച സ്ത്രീ നിത്യതയിൽ ആരുടെ സ്ത്രീയായിരിക്കും? യേശു ചിരിച്ചുകൊണ്ട് പറയുന്നു, അവിടെ അവർ കല്യാണം കഴിക്കുകയോ കഴിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ യേശുവിന് നിത്യതാസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഒരു മുന്നാസ്വനം കൂടിയായിരുന്നു. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നിത്യത എന്ന് പറയുന്ന ഒരിടത്തിൽ മനുഷ്യരിങ്ങനെ പോസസീവ് ആവില്ല. ഇന്നയാൾ ഇന്നയാളുടെ എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ പറ്റുന്ന വിധത്തിൽ മനുഷ്യർ ചെറുതാവില്ല. എല്ലാവരുടേതാകുന്ന ഒരു സങ്കല്പമുണ്ടല്ലോ. ഈ ചെറിയ വാഴ്വിൽ അത് സാധ്യമല്ലെങ്കിൽ പോലും മനുഷ്യൻ ഓമനിക്കുന്ന സ്വപ്നങ്ങളൊന്നായത് എല്ലാവരുടേതായിട്ട് ജീവിക്കുക. അത്തരം ഒരു സ്വപ്നത്തിൻ്റെ നിഴൽ കൂടി കിടപ്പുണ്ടാവും സ്വയം തിരഞ്ഞെടുത്ത ഈ ഏകാന്തതയിൽ. അതിനൊരു എസ്കറ്റോളജിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മാനമുണ്ട്. പിന്നെ അവനവൻ്റെ ജീവിതം വിശാലമാകുന്നതിൻ്റെ അടയാളം കൂടിയാണ്. ചെറിയ ചെറിയ കളങ്ങളിലേക്ക് കുരുങ്ങാവുന്ന ഒരു ജീവിതത്തെ വലിയ ഭൂമിയിലേക്ക് തിരിച്ചുവിടുക. വാനപ്രസ്ഥം എന്ന് പറഞ്ഞൊരു ജീവിതശൈലിയെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിതാശ്രമത്തെക്കുറിച്ചൊക്കെ ഭാരതം പറയുന്നുണ്ടല്ലോ. കുടുംബജീവിതമൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാക്കിയ മനുഷ്യർക്ക് പിന്നീട് കാത്തിരിക്കുന്ന ഒരു ഘട്ടം അതാണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ വനത്തിലേക്ക് പോകാണെന്നൊക്കെ ചിലപ്പോൾ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. വാനപ്രസ്ഥം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ വാനമോ ആകാശം. ഇത്രയും കാലമൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളിലും അവളിലും മാത്രമൊക്കെ കേന്ദ്രീകരിച്ച് ജീവിച്ചു. ഇപ്പോൾ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിയുമ്പോൾ ഇനി കുറച്ചുകൂടി ജീവിതം ഇങ്ങനെ വിശാലമാകുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപക്ഷേ ആനുപാതികമല്ലാത്ത ചില താല്പര്യങ്ങളും പ്രാധാന്യങ്ങളും ഒക്കെ നമ്മൾ വീടിന് കൊടുത്തിട്ടുണ്ട്. യേശു ഒരിക്കലും സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, നോഹയുടെ കാലം വരെ മനുഷ്യർ ജീവിച്ചിരുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് കല്യാണം കഴിക്കുക, 2 കഴിപ്പിക്കുക. ഏത് കാലത്തിൽ മനുഷ്യനാണ് അതിനകത്ത് വിഭിന്നനായിട്ടുള്ളത്? ഒരു 10-13 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ സങ്കല്പങ്ങളിങ്ങനെ കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെക്സ്വലായ ചില സങ്കല്പങ്ങളോ ധാരണകളോ പോലും നമ്മുടെ കൗമാരത്തിൽ നമുക്ക് രൂപപ്പെടുന്നത് കുടുംബജീവിതം എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് നമ്മൾ പതുക്കെ സ്വാഭാവികമായിട്ട് ചായച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പെൺകുട്ടി മിടുക്കിയാകാൻ ശ്രമിക്കുന്നതും ആൺകുട്ടി ഒരു തൊഴിൽ പഠിക്കുന്നതുമൊക്കെ ഗാർഹിക ജീവിതത്തിന് വേണ്ടി തന്നെ. അങ്ങനെ 20കളുടെ ആദ്യപാതിയിൽ അവളും 20കളുടെ 2ാം പാതിയിൽ അയാളും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ടോ പിന്നീട് സംഭവിക്കുന്ന എന്താണ്? ഇതിനകത്തുനിന്ന് പിറന്ന കുഞ്ഞുങ്ങളെ സെറ്റിൽ ചെയ്യിക്കുക. അങ്ങനെ 2 കല്യാണങ്ങൾ. ഒന്ന് നമ്മുടേത്, നമ്മുടെ 2 നമ്മുടെ ഓഫ്സ്പ്രിങ്സ്, ഇവരുടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സെറ്റിൽ ചെയ്യിക്കുക എന്ന് പറയുന്ന 2 കാര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങേണ്ടതാണ് ഒരാളുടെ ജീവിതം എന്നൊക്കെ തെറ്റിദ്ധരിച്ചാൽ കഷ്ടമല്ലേ? 2 കല്യാണങ്ങൾക്ക് വേണ്ടിയുള്ള അരങ്ങായിട്ട് ഒരാളുടെ ജീവിതം മാറുക. അപ്പോൾ അത്തരം ചുരുങ്ങിപ്പോയ മനുഷ്യർക്കുള്ള ഒരു വാണിംഗ് എന്ന നിലയിലെങ്കിലും നമ്മൾ യേശുവിനെ വായിച്ചാൽ നല്ലതാണ്. ഒരു മനുഷ്യൻ തൻ്റെ വീടിന് പുറത്ത് ജീവിതമുണ്ടെന്നൊക്കെ ധരിക്കുന്നു. പലപ്പോഴും കുഞ്ഞുങ്ങളിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തങ്ങളുടെ വിവാഹം വേണ്ടെന്ന് വെക്കുകയോ വിവാഹം നീട്ടിയൊക്കെ വെക്കുമ്പോഴേക്കും നമ്മൾ ഇത്രയും ആശങ്ക അനുഭവിച്ചുകൂടെന്ന് വിചാരിക്കുക. അവർക്കിതിന് വിശാലമായ ലോകവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ അത്തരം താല്പര്യമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അവരെ കൂടെ നിന്നുകൂടാ? എല്ലാവരും ഈ പറയുന്ന ഇതിലോട്ട് തന്നെ ചുരുങ്ങണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശത്തിൽ മാത്രം എടുത്താൽ മതി. അത് ചുരുങ്ങിയാണോ വലുതാകാൻ ഒക്കെ കാലം അതിശയിക്കേണ്ടത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു സ്നേഹം വിശാലമാവുന്ന സ്നേഹം ഇങ്ങനെ ഒരു ശുദ്ധ മാനത്തിലേക്ക് വരുന്നതാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ വേണമെങ്കിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന വിചാരത്തിനകത്ത് നമ്മുടെ സമയം വളരെ കുറവാണ്. നമുക്കൊരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ഗുരുവായിരിക്കുക എന്നതിൻ്റെ കൂടി സൂചനയാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള ഗുരു. പലപ്പോഴും ആ ഗുരുവിനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിനകത്ത്
നമ്മൾ കൃത്യമായിട്ട് യേശുവിനെ വെച്ചുകൊണ്ട് വേണം ആ ചില കാര്യങ്ങൾ കാണാനായിട്ട്. സമരക്കാരി സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അവളുടെ ലൈഫിൽ 5 പുരുഷന്മാരുണ്ടായിരുന്നു. പൊതുവേ ഇങ്ങനെ മനുഷ്യരുടെ സങ്കടമെന്ന് വെച്ച് പ്രധാനപ്പെട്ട സങ്കടങ്ങളിലൊന്ന് തങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യരൊക്കെ ഒരേപോലെ. വിശേഷിച്ചും പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് ആ സങ്കടം കൂടുതലുണ്ട്. അവർ പരിചയപ്പെടുന്ന പുരുഷന്മാരൊക്കെ ഒരേപോലെ. ആരംഭത്തിലൊക്കെ ചില ഫ്രീക്വൻസികളുടെയൊക്കെ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ പോലും പുരുഷനെന്ന നിലയിൽ അവൻ്റെ ഒരു ബൈ ഡിഫോൾട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവമുണ്ട്. ഒരു സൃഷ്ടിയുടെ തന്നെ ഒരു പ്രത്യേകത കൊണ്ട് വളരെ ചെറിയ കാര്യങ്ങളിലേക്ക് അവൻ്റെ ഭാവനയും അടുപ്പവും ഒക്കെ വഴി ഇങ്ങനെ താഴ്ന്നു പോകുന്നു. അപ്പോൾ ഇത് മിക്കവാറും എല്ലാവരും കൊണ്ട് നടക്കുന്ന സങ്കടമാണ്. എല്ലാവരും ഒരേപോലെ. എന്നിട്ടോ ഇതേ സ്ത്രീ യേശുവിനെക്കുറിച്ച് പറയുന്നതാണ്, നിൻ്റെ കൈവശം തൊട്ടിയുമില്ല, ചരടുമില്ല. തൊട്ടി ചരടെന്നൊക്കെ പറയുന്നത് ഡ്രീം അനാലിസിൻ്റെ പഠനങ്ങളിലൊക്കെ നമുക്കറിയാം. അതിങ്ങനെ കുറേ കൂടി ശരീരവുമായി ബന്ധപ്പെട്ട ചില പ്രതീകങ്ങളാണ്. കുറേ കൂടി ഇൻറ്റിമേറ്റായ ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഇതിൻ്റെ സൂചന? എല്ലാവരും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഒരുവൻ വരും, ഒരാറാമൻ വരും, അവൻ്റെ കൈവശം ഇന്ദ്രിയങ്ങളുടെ തൊട്ടിയോ ചരടോ ഇല്ല. ഇന്ദ്രിയങ്ങളുടെ തൊട്ടിയോ ചരടോ ഇല്ലാതെ ലോകത്തെ ഭാവാത്മാകമാക്കാൻ കെൽപ്പുള്ള ഒരു മനുഷ്യൻ്റെ ബലം. അങ്ങനെയും ഇതിനെ കണ്ടെത്തിയാൽ നല്ലതാണ്. പിന്നെ നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ കടന്നുപോയ എല്ലാ ദുഃഖങ്ങളിലൂടെയും അവൻ കടന്നു പോയിട്ടുണ്ട്. ഏതൊരു കാലത്തിൻ്റെയും ഈ ന്യൂനപക്ഷത്തിൻ്റെ ദുഃഖം ഇതായിരുന്നു: വീടില്ല, സഖിയില്ല, കുഞ്ഞുങ്ങളില്ല. ലോകത്ത് വീടില്ലാത്ത, സഖിയില്ലാത്ത, കുഞ്ഞില്ലാത്ത ഒരാൾക്കും പറയാൻ പറ്റില്ല, യേശുവേ നിനക്ക് പിടുത്തം കിട്ടത്തില്ല, നിനക്കിതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ പറയേണ്ട ബാധ്യത നമുക്കില്ല. അവിടത്തേക്ക് നന്നായിട്ട് മനസ്സിലാകും. അടുത്ത ദിവസം വായിച്ചൊരു കഥയ്ക്കകത്ത് പറയുന്ന കണക്ക്, നിങ്ങളുടെ സങ്കടങ്ങൾ ഒരാളോട് പറയുമ്പോൾ അയാൾക്ക് ആ സങ്കടത്തിലൂടെ അയാൾ കടന്നുപോയൊരു മുന്നനുഭവം ഇല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ അയാൾക്ക് ഫലിതമാകും. ഭാഗ്യവശാൽ നമ്മുടെ ഇത്തരം സങ്കടങ്ങളൊന്നും അവൻ്റെ മുമ്പിൽ ഫലിതമാവുന്നില്ല. ആമേൻ.